ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു പായസം റെസിപ്പിയാണ്. പച്ചരി വെച്ച് ഒരു ഗ്ലാസ് പച്ചരി വെച്ച് നമുക്ക് കുക്കറിൽ എളുപ്പത്തിലൊരു പായസം ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പച്ചരിനെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇതിനൊന്ന് മിക്സി ജാറിലിട്ട് ഒരു അടി അടിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചരി മിക്സിയിൽ അടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചൊവ്വരി വെള്ളത്തിൽ ഇട്ട് വെക്കാം. നമുക്ക് ചൊവ്വരി നല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോളായിട്ടുള്ള ചൊവ്വരി നമുക്ക് ചൂടുവെള്ളത്തിലൊന്ന് മാറ്റി വെക്കാം. പച്ചരി അങ്ങനെ ഒന്ന് മിക്സിയിലൊന്ന് ചിറ്റിയെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കുക്കർ വെച്ചു അടുപ്പിൽ. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മതിയേ. നമ്മളിതിൽ പഞ്ചസാര കാരമൽ ചെയ്യാണ്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പായസത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്കിതിന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പഞ്ചസാരനൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാര നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്, കാരമലായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ? നല്ല പഞ്ചസാര കടിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായി. ഇനി ഇതിൽ ഒരു ലൈറ്റ് ചൂടായ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് കട്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ അടുത്തൊന്നും നിൽക്കരുത് കേട്ടോ, കൈ നിങ്ങൾക്കെല്ലാം തെറിച്ച് വിടും. ഉണ്ടോ? ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പച്ചരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. വേകാൻ ആവശ്യമുള്ള പാല് അതിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവേ. ചെറിയൊരു തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കവർ പാൽ എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി പച്ചരി നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇല്ലേ, അങ്ങനെ വേകണം. നല്ല വെന്ത് നമ്മൾ വേവിച്ച് വെച്ച ചൊവ്വരി ഇതിൽ കൊട്ടാൻ പോവുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏലക്കായും അണ്ടിപ്പരിപ്പും കൂടെ പൊടിച്ചതാണ്, നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. നമ്മളപ്പോഴാണ് അരി വേകാൻ പാകമായിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് ആവശ്യത്തിലുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ കവർ പാൽ എടുത്തിരിക്കുന്നത്, തേങ്ങാപ്പാൽ എടുക്കുന്നത് തേങ്ങാപ്പാൽ എടുക്കും. അപ്പോൾ നമ്മുടെ ഏലക്കായും അണ്ടിപ്പരിപ്പും കൂടെ പൊടിച്ചതാണ്, നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ശേഷം അപ്പോൾ അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പച്ചരിയും ചൊവ്വരിയായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ്. അപ്പോൾ നമ്മുടെ പായസം എന്താ റെഡി ആയിട്ടുണ്ട്. പച്ചരിയും ചൊവ്വരിയും വെച്ച് എളുപ്പത്തിൽ കുക്കറിൽ ചെയ്യാൻ പറ്റിയ എളുപ്പത്തിലുള്ള പായസം കേട്ടോ.